നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ ചിങ്ങവും കന്നിയും ചിത്തിരമഴയും ചോതിയും ചൊവ്വയും പോയൊരു വനിയിൽ തേരോടും മൊഴിയാൽ തിര തേടും മിഴിയാൽ വീണ്ടും സ്വപ്നം നെയ്യുകില്ലേ തേരോടും മൊഴിയാൽ തിര തേടും മിഴിയാൽ വീണ്ടും സ്വപ്നം നെയ്യുകില്ലേ സ്വപ്നത്തിൻ ചിറകിൽ സ്വയം തേടി അലയും സ്വർഗീയ മൗനങ്ങളെ ചോലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ മുങ്ങിവാ പൊങ്ങിവാ മുന്നാഴി തൂമുത്തും കോരിവാ നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ, എന്തോ മക്കളെ, എന്തോ നല്ല പാട്ട് മോനെ, നല്ല ബ്യൂട്ടിഫുൾ ഷംസാന്റെ ഒരു പാട്ട്. മക്കളെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. Thank നീ you, ഒരു sir. ഒരു പരമ ജ്ഞാനസ്ഥനാ, അത് നീ പാടുമ്പോഴേ മനസ്സിലാവും. Thank നല്ല ജ്ഞാനമുള്ള കുഞ്ഞാണ്. പിന്നെ മക്കളുടെ ശബ്ദം മക്കൾക്ക് അത് അങ്ങോട്ട് വഴങ്ങുന്നില്ല മുകളിലൊക്കെ. അത് പിന്നെ ഈ ഒരു ആ ഒരു എന്താ പറയുക, ശബ്ദം മാറുന്നതിൻ്റെ വക്കിലാണ്, ബ്രിമ്മിലാണ് നീ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല കേട്ടോ മോനെ. പിന്നെ മക്കളെ ഈ പല്ലവി പാടുന്നില്ലേ, ആ. ഒന്ന് പാടാമോ ചോലയിൽ കഴിഞ്ഞിട്ട്? കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ മുങ്ങിവാ പൊങ്ങിവാ. എന്താ അത് മക്കള് കൃത്യമായിട്ട് പാടണം കേട്ടോ. എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കത്തില്ലല്ലോ. അതപ്പം അതിനൊരു കൃത്യത ഇല്ലെങ്കിൽ മോൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കും കേട്ടോ. നന്നായിട്ട് പാടും, നല്ല ജ്ഞാനസ്ഥനാ നീ. അത് ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ മക്കളെ. അതുപോലെ നല്ലിളം തൂവലാൽ ഈ നടവഴിയിൽ അത് പാടാമോ? നല്ലിളം തൂവലാലി നടവഴിയിൽ തരതനന ഈ നടവഴിയിൽ ഈ നടവഴിയിൽ. ആ ഓക്കെ ഓക്കെ. പിന്നെ കാത്തിരിപ്പ്, അതിനടുത്ത ലൈൻ മാനോടും വഴിയേ മനമോടും വഴിയേ ആരേ ആരേ കാത്തിരിപ്പൂ. മോനെ ഇത് മതിയായിരുന്നു. ഇത് മറ്റേത് കാര്യം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി. മാനോടും വഴിയേ മനതോടും വഴിയേ സ്വപ്നങ്ങൾ നേർത്തിയോർമ്മ ചന്ദ്രിക. മോന് മനസ്സിലായി. വേറെ രണ്ടുപേര് പാടുന്നോണ്ട് ഇരുന്നതാ അത്. ഇപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, എന്ത് സുഖമുണ്ട് കേൾക്കാൻ. അത് വല്ലാണ്ട് മറ്റേ മുദ്രാവാക്യം പോലെ വിളിച്ചിട്ടേ ഇവിടെ പതുക്കെ ഒരു ചായ തരുമോ എന്ന് ചോദിക്കുന്ന പോലെ. മോന് മനസ്സിലായോ അത്? ഇതിപ്പോ നന്നായിട്ടാണ്. എടാ വെള്ളി വീണോട്ടെ, വെള്ളിക്ക് നമ്മൾ മാർക്കൊന്നും കുറയ്ക്കത്തില്ല കേട്ടോ. അതൊരു ആക്സിഡൻ്റ് അല്ല, അത് കുഴപ്പമില്ല മോനെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷൗട്ട് ചെയ്തിട്ട് നീ ആ സോഫ്റ്റ് പാടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ല. എത്ര വലിയ ഏണി വെച്ചാലും അത് തങ്ങളി ചേർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അജഗജാന്തരമാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ല. അത് മലയാളമല്ലേ മോനെ. അജം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് അജം? പാർവതി. ആനയാണോ? അജം എന്താണ്? ആന. പാർവതി. വാട്ട് ഈസ് അജം?
അജം എന്ന് പറഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞാൽ ആന. ആന. അതറിയാം. ആടിനും ആനയ്ക്കും ഉള്ള വ്യത്യാസം ഉണ്ടെന്ന് കേട്ടോ. അന്തരം. അപ്പോൾ മക്കളെ അത് ഇതുപോലെ തന്നെയാണ് അടുത്ത ഇതിലും പറ്റിയിട്ടുള്ളത്. വേറൊന്നുമില്ല, നീ നല്ല ജ്ഞാനസ്ഥനാണ്. എന്ത് സുഖമാണ് ചില ഏരിയ ഒക്കെ മോൻ പാടുന്ന കേൾക്കാൻ, മനോഹരമാണ്. താങ്ക് യു സാർ. അതിനൊരു ഡൗട്ടില്ല. ഇത് മാത്രം നീ ഒരു മണ്ടത്തരം ചെയ്തു എന്നേ ഞാൻ പറയത്തുള്ളൂ. വെള്ളി വരും വ്യാഴം വരും എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് പാടണ്ടേ. അതിനിപ്പോൾ വരുന്നേ വന്നോട്ടെ, ഒറ്റ അടി കൊടുക്കാം തിരിച്ചു നിർത്തി കേട്ടോ. പോട്ടെ, എന്തൊക്കെയാലും പോയി മോനെ നന്നായിട്ട് പാടില്ല. അത് നോക്കിക്കോളാം കുറച്ചും കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നീ അത് സോഫ്റ്റ് ആക്കരുതായിരുന്നു. മറ്റേ അലറിയ സ്ഥിതിക്ക് മറ്റേ സോഫ്റ്റ് ആക്കണ്ട. അതും അതേ ലെവലിൽ പാടിയിരുന്നെങ്കിലും ഇത് മറ്റേ മോൻ സോഫ്റ്റ് ആക്കുകയും ചെയ്ത് വികാരം വരാൻ വേണ്ടി മറ്റേത് അവിടെ നിൽക്കുകയും ചെയ്യുക. അതൊരു കുഴപ്പമില്ല കേട്ടോ. അത് ശബ്ദം മാറുന്നതിൻ്റെ, പക്ഷെ നല്ല അലുവാ പോലൊരു ശബ്ദം കിട്ടട്ടെ മോൻ തകർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ മുത്തേ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. രമ്യ ചേച്ചി. ഹായ് നിവേദ് കുട്ടാ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്ത് തോന്നുന്നു പാടിയിട്ട്? കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അത് അടിപൊളി, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. വെരി ഗുഡ്. നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായം ഉണ്ടാവണം, എസ്പെഷ്യലി നമ്മുടെ പെർഫോമൻസും എല്ലാത്തിനും. ഞാനും ഇത് തന്നെയാണ്, ആരെ കാത്തിരിപ്പ് വേണം. പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ആ ഒരു ആദ്യം ഭയങ്കര അത് സോഫ്റ്റായിട്ട് വന്ന് പെട്ടെന്ന് ആ കാത്തിരിപ്പ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന പോലെ തോന്നി. അത്രമാത്രം എനിക്കും തോന്നിയില്ല. അതെനിക്ക് തോന്നുന്നു വോയിസ് ചേഞ്ചിൽ ഉണ്ടാവുന്ന ഒരു അത് വലിയ അതൊരു നല്ലൊരു വോയിസിലേക്ക് മാറാനുള്ള ഒരു ട്രാൻസിഷൻ ഒരു പീരീഡ് മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല വോയിസ് കിട്ടട്ടെ. ഞാനുള്ള കുട്ടിയാണ്, സാർ പറഞ്ഞ പോലെ നല്ല പാട്ട് സെലക്ഷൻ. ഈ പാട്ടൊക്കെ എടുത്ത് ഈ പ്രായത്തിൽ പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്രയും അതിനെക്കുറിച്ച് അറിവൊക്കെ വേണം. അപ്പോൾ അത് നല്ല പോസിറ്റീവായിട്ട് എടുക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പാട്ടുകൾ കേൾക്കുക, ഇനി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, Thank you, ma'am. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു രമ്യ ചേച്ചി. ഷാനിക. നിവേദ, എന്തോ? ആദ്യം തന്നെ നല്ല സോങ് സെലക്ഷൻ പ്രോഗ്രാം. താങ്ക് യു സാർ. ഞാനും ആകെ ഒരു ചെറിയൊരു ബ്രാക്കറ്റ് ഈ നടവഴിയിലിൻ്റെ ചുറ്റും ഞാനൊന്ന് ലൈറ്റായിട്ട് ഞാനൊന്ന് ഇട്ട് വെച്ചിട്ട്, പക്ഷെ ഏറ്റവും വലുത് നമ്മുടെ മാനോടും ആയിരുന്നു. അതങ്ങ് ആ മാൻ അങ്ങ് ഓടി, എന്നിട്ട് തിരിച്ച് ആരെ സോഫ്റ്റായി. പിന്നെ കാത്തിരിപ്പു ഒന്ന് വേറൊരു കാത്തിരിപ്പ് അഗൈൻ. പക്ഷെ ഈ മറ്റേ ഹൈ പോകുന്നത് വേറെ ആരോ നിവേദ പാടുന്നതിൻ്റെ ഇടയിലും ആരോ കയറി വന്നിട്ട് പാടിയതുപോലെയുണ്ട്. അത്രയും ഒരു ടോണൽ ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു. അപ്പോൾ അത് മാത്രം നമ്മൾ ഒന്ന് പാട്ടുന്ന ഡിസ്കണക്റ്റായി. അപ്പം ഇപ്പോൾ സോഫ്റ്റായിട്ട് പാടിയില്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത ഇത് ചരണത്തിൽ തേനോടും മൊഴിയാൽ, അവിടെയും ഈ ഹൈ പോയപ്പോൾ വേറെ ആരോ വന്നിട്ട് പാടിയിട്ട് പോയതുപോലെ തോന്നി. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളി വീഴുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ വലിയൊരു പോസിറ്റീവ് സംഭവമാണ് നിങ്ങൾ കളയണേ കേട്ടോ. അത് ഒരിക്കലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ഇപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ സോഫ്റ്റായിട്ട് പാടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ ഇപ്പം സോഫ്റ്റായിട്ട് പാടിയല്ലോ, എന്ത് രസമുണ്ടായിരുന്നു കേൾക്കാൻ, ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പം എങ്ങാനും വെള്ളി വീണാലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മാർക്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, പാട്ടിനെ ബാധിക്കും. അപ്പം അത് ഓട്ടോമാറ്റിക്കലി മാർക്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ. പാട്ടിന് എന്താണോ വേണ്ടത് അത് ചെയ്യാം. വെള്ളി വീഴുന്നുണ്ടെങ്കിൽ വീണോട്ടോ, അതൊരു ഹ്യൂമൻ തിങ് അല്ല. അതുകൊണ്ട് ഒരു വെള്ളി വീണെന്ന് വിചാരിച്ചിട്ട് ഒരു ജഡ്ജും മാർക്ക് ഉറക്കില്ല. അത് വെള്ളി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും വെള്ളി വീഴാറുണ്ട്. സർവ്വസാധാരണം. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഉഗ്രനായിട്ട് നീ പാടി. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ, അത് ഭയങ്കര രസം. കാരണം ആ ഹൈന്ന് നേരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പാടുന്നത്, അത് വെരി നൈസ് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. മക്കളെ, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നീയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പാടി എത്ര മാർക്ക് കൊടുക്കും? അത് ന്യായമായിട്ട് നീ ഒരു നല്ല പയ്യനാണെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഗണിച്ചു വെച്ചിരിക്കുന്നത്. 8 കൊടുക്കും ഞാൻ. നീ ആണെങ്കിൽ അത് ചെയ്യും. നീ ഒരു ക്രൂരനാടാ. ഞാൻ തരുന്നു നിനക്ക് 9 മാർക്സ്. അപ്പൊ നീ ക്രൂരനാ. അതെ, ഒരാൾ പാടിക്കഴിഞ്ഞാൽ നീ ചരത്തണ്ട് 8 മാർക്ക് നീ കൊടുക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ചു സാറ് നീ ഇങ്ങനെ പാടി വെച്ചിട്ട് ഞാൻ സ്പോട്ട് എലിമിനേഷൻ ഒക്കെ ആയിരിക്കും മനുഷ്യ നിങ്ങൾ. എനിക്ക് 9 പറഞ്ഞ നേരെ തിരിച്ചു. ഇവനൊന്ന് ജഡ്ജ് ആവാതിരിക്കട്ടെ. അതെ. ഓക്കെ ഷാനിക. ഞാനും സെയിം 9. താങ്ക് യു സർ. ചേച്ചി 10. ഓക്കെ, സോ ടോട്ടൽ 18 മാർക്സ്. അല്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് സൗണ്ട് മാറുന്നതിന്റെ മനസ്സിലാവും മക്കളെ, അത് മനസ്സിലാവും.
ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ അവൻ അടിപൊളിയായിട്ട് അല്ല, പാടിയിട്ടുണ്ട്. പാട്ടിന്റെ സോള് ഉൾക്കൊണ്ട് പാടി മോനെ. അതെ, കേട്ടോ, അതാണ്. അതാണ് വേണ്ടത്. ഉം. ഗുഡ് ഗുഡ്. ഈ ഷെഡ്യൂളിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.